കർത്താവിൻ്റെ വരാൻ ഇപ്പം കൂടി വൈകും, 1:15 എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു നിങ്ങളോട് എന്ത് വീണ്ടും കണ്ടിന്യൂ സംസാരിക്കണമെന്നപ്പോൾ കർത്താവിൻ്റെ ദാസനായ ഞാൻ നേരത്തെ പറഞ്ഞ ജിം എലിയറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഇക്കഡോറിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന തൻ്റെ ഒരു കൊട്ടേഷൻ ആദ്യം നിങ്ങളോട് വായിക്കാം. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ബ്ലഡ് ഹാസ് ലിറ്റിൽ വാല്യൂ അൺലെസ് ഇറ്റ് ഈസ് poured അറ്റ് ഗോഡ്സ് ഓൾട്ടർ. രക്തത്തിന് ഒട്ടും വിലയില്ല അത് ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ഒഴിക്കപ്പെടുന്നില്ല എങ്കിൽ. ഭയങ്കരമായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായൊരു വാക്കാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ താനത് അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ബ്ലഡ് ഹാസ് ലിറ്റിൽ വാല്യൂ, വാല്യൂ ഇല്ല എന്ന് പറയുന്നില്ല. ബ്ലഡ് ഹാസ് ലിറ്റിൽ വാല്യൂ അൺലെസ് ഇറ്റ് ഈസ് poured out at God's altar. ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ഒഴിക്കപ്പെടുന്നില്ല എങ്കിൽ രക്തത്തിന് വലിയ വിലയൊന്നുമില്ല. നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ഈ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നാം നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനത് വളരെ നന്നായി അതിനെ ഹാൻഡിൽ ചെയ്യും. നമ്മൾ നാമായി തന്നെ ഇതിനെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പരാജയങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും പുറകിൽ ദൈവത്തോടെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് എപ്പോഴും പറയും. ഞാൻ എപ്പോഴും പറയാറില്ല, കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഒരിക്കലും ഞാൻ കടുംപിടുത്തം പിടിക്കാറില്ല. ഒരിക്കലും. ദൈവവുമായൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പറയാറില്ല. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ആഗ്രഹവും ഇഷ്ടമുള്ള അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. കാരണം എനിക്കറിയാം അത് എൻ്റെ ഇഷ്ടത്തെക്കാട്ടിൽ ഏതായാലും മുകളിലായിരിക്കും. കാരണം ഞാൻ വളരെ ഷോർട്ട് സൈറ്റഡ് ആണ്. നമ്മുടെ പിള്ളേരെ എല്ലാവരെയും നല്ല IT പഠിപ്പിക്കാനായിട്ട് എല്ലാ പേരൻസും കുറച്ച് കാലം മുമ്പ് ശ്രമിച്ചു. പിന്നെ പെട്ടെന്ന് IT എല്ലാം കൂടെ ഇപ്പം കുത്തനെ, കാരണം ഇഷ്ടം പോലെ IT പ്രൊഫഷണൽസായി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വിഷമിക്കുക. ITയിൽ പിള്ളേരെ പഠിക്കുന്ന പേരൻസ് ഉണ്ടെന്നുള്ള വിഷമിക്കുകയൊന്നും വേണ്ട. എന്നാലും ആ ബൂം അങ്ങ് നിന്നുപോയി. കാരണം എന്താ, നമ്മൾ ചിന്തിച്ചു IT ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യും, അതെപ്പോഴും ഒരു ഹൈ ട്രെൻഡിലായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം അതൊരു സ്റ്റെബിലൈസ്ഡ് ആയി. ഇപ്പം ആൾക്കാർ കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയുന്നതായിട്ട്, മെക്കാനിക്കലിനും സിവിലിനും ഒക്കെ കിട്ടാനായിട്ട്. കാരണം എന്താണ്, അതങ്ങനെയാണ്. കാരണം അതങ്ങനെ ട്രെൻഡ്, നമുക്ക് അറിഞ്ഞുകൂടെ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ജിം എലിയറ്റ് പറയുന്നത് പോലെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ യാഗപീഠത്തിന്മേൽ ഒഴിക്കുന്നില്ല എങ്കിൽ, നാം ഒഴിക്കപ്പെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നാം ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ വളരെ മനോഹരമായി അത് ചെയ്തു തീർക്കും. അതിൽ പ്രയാസങ്ങൾ, അപമാനവും കാണും, മാനവും കാണും. ദൈവഹിതപ്രകാരം, ഞാൻ പണ്ട് നിങ്ങൾ ഓർപ്പിച്ചുള്ള കാര്യമാണ്, ദൈവഹിതപ്രകാരമുള്ള പരാജയങ്ങൾ പോലും നമ്മുടെ വിജയങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം അനുവദിക്കുന്ന പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളാണ്. കാരണം ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ഇൻ ഓർഡർ ടു വിൻ ഇൻ എ വാർ വി മേ ഹാവ് ടു ലൂസ് സം ബാറ്റിൽസ് എന്നാണ് ഇംഗ്ലീഷിലെ ഒരു പഴമൊഴിയുള്ളത്. അതുപോട്ടെ, മിഷനിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ബൈബിളിലെ മിഷൻ വേണ്ടി മുൻപോട്ടിറങ്ങിയ മറ്റൊരു ചെറിയ കഥാപാത്രമുണ്ട്. അഥവാ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തി ശമരിയാക്കാരത്തി സ്ത്രീയാണ്. അവളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ശമരിയാക്കാരത്തി ആരായിരുന്നറിയാം. കർത്താവ് ശമരിയിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത്, ഒരു അൺബിക്കമിങ് ആയിട്ടുള്ള സമയത്ത്, സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ പോകാത്ത സമയത്ത് ഇവളോട് വെള്ളം കോരാൻ വന്നു. അവളുടെ ഇൻറ്റൻഷനൊക്കെ മോശമായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അവൾ അവിടെ ഒന്ന് കർത്താവുമായിട്ട് എൻകൗണ്ടർ, ദൈവവുമായിട്ട് അവൾക്കൊരു എന്താ പറയുക, ഒരു ബന്ധമുണ്ടാകുവാനിടയായി തീർന്നു. അവൾ എന്തിനു വേണ്ടിയായിരുന്നു ഉച്ചയ്ക്ക് അവിടെ വന്നത്? കുടവുമായിട്ട് വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. നമ്മളാണെങ്കിൽ കർത്താവിനോട് സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? വെള്ളം കോരിയിട്ട് കുടവുമായിട്ട് വെള്ളമായിട്ട്, കാരണം അവൾ വന്നത് വെള്ളം കോരാൻ വേണ്ടിയാണ്. എന്തായാലും കുടവുമായിട്ട് അവൾ വന്നത്. അവൾ എന്ത് ചെയ്യുമായിരുന്നു? അവൾ വെള്ളവും കോരിയിട്ട് മടങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ അവൾ എന്താ ചെയ്തത്? അവൾ കുടം അവിടെ വെച്ചു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട്
പട്ടണത്തിൽ ചെന്നു ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുമീൻ. അവൾ പാത്രം വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ദൈവത്തെ യഥാർത്ഥമായി നമ്മളുടെ പ്രൊഫഷനിലോ എവിടെയെങ്കിലും വെച്ച്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഇടനാഴികയിൽ വെച്ച് കണ്ടുമുട്ടുന്നവർ, അവർ സ്വയം മറന്ന് അവനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി കടന്നു പോകും. അതാണ് അവിടെ സംഭവിച്ചത്. അവൾ എന്തിനു വേണ്ടി വന്നെന്ന് പോലും മറന്നുപോയിട്ട് അവൾ പാത്രം അവിടെ വെച്ച് അവൾ പട്ടണത്തിലേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് അറിയിച്ച ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പലപ്പോഴും അവളുടെ ജീവിതത്തിലെ പ്രയോറിറ്റി, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. അവൾ ആ പ്രയോറിറ്റിയെ മറന്നിട്ടാണ് യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി കടന്നുപോയത്. ഇത് സുവിശേഷീകരണത്തിന്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള, എന്നാൽ അതേസമയത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ദൈവവുമായുള്ള ഒരു എൻകൗണ്ടർ നമുക്ക് സംഭവിച്ചുവെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി മാറണം. നമ്മളുടെ ജോലി, പലരും പറയാറുണ്ട് ജോലിയോടുകൂടെ സുവിശേഷ വേലയെന്ന്. തിരിച്ചാണ് വേണ്ടത്. സുവിശേഷ വേലയോടുകൂടി ആയിരിക്കണം ജോലി. ആ ഒരു തിരിച്ചറിവിലേക്ക് നാം കടന്നു വരണം. ദൈവം വലുതാണെന്നും നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്നും മനസ്സിലാവുകയാണെങ്കിൽ ഈ ലോകത്തിലെ 60 വർഷം കൊണ്ട് തീരുന്ന ഈ ജീവിതത്തെക്കാൾ കൂടുതൽ നിത്യമായ ജീവിതത്തിന് വേണ്ടി മുതൽ മുടക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം നാം. ഈ ലോകത്തിലെ ജീവിതം വലുതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് നിത്യജീവന് വേണ്ടി പ്രയത്നിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിലെ ജീവന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ ശരിക്കു തുറന്നേ മതിയാവുകയുള്ളൂ. നമ്മളുടെ മനസ്സിലാക്കലുകളിൽ വ്യക്തമായ വ്യത്യാസം ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഈ ദൈവം ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. അങ്ങനെയെങ്കിൽ സുവിശേഷമായിരിക്കും നമ്മുടെ ജീവിതത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ജോലി ചെയ്യരുതെന്നല്ല, ബിസിനസ് ചെയ്യരുതെന്നല്ല പറയുന്നത്. പലപ്പോഴും തെറ്റിദ്ധാരണകളിലേക്ക് കടന്നു പോകും. ചില ആവേശത്തിന് മുകളിൽ നമ്മൾ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കും. അതൊന്നും ദൈവം വ്യക്തമായി പറയാതെ നമ്മൾ അതിനുവേണ്ടി ഒരുമ്പെടരുത്. പക്ഷെ ദൈവം അങ്ങനെ കൽപ്പിക്കുന്നുവെങ്കിൽ ചെയ്യുകയും വേണം. അത്രയ്ക്ക് കൺവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് വിട്ടുപോകുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വൊക്കേഷൻ മറന്ന് വേണ്ടെന്ന് വെച്ച്, നമ്മുടെ ജോലി വേണ്ടെന്ന് വെച്ച്, നമ്മളുടെ ബിസിനസ് വേണ്ടെന്ന് വെച്ച് അവന് വേണ്ടി കൂടുതൽ സമയം ചെലവാക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തുകയും ഒരു ഇച്ഛാഭംഗവും കൂടാതെ, ഒരു വിഷമവും തോന്നാതെ വളരെ സന്തോഷത്തോടുകൂടി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഇടയാകുകയും ചെയ്യും. കഥാനദാസൻ നേവിയിലുണ്ടായിരുന്ന, DRDOയിൽ ഉണ്ടായിരുന്ന വലിയ ജോലി താൻ റിസൈൻ ചെയ്ത് പോരുമ്പോൾ ഒരു റിഗ്രറ്റും തനിക്കുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിനു മുമ്പേ ഞാൻ പറയുമായിരുന്നു, ഇതൊന്ന് വെച്ചൊഴിയണം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അറിയാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു പദ്ധതിക്ക് വേണ്ടിയാണെങ്കിൽ അവൻ മുന്നമേ തന്നെ നമ്മളോട് പറയും. ഒരു ഇമോഷണൽ നിശ്ചയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നാം ഒരു തീരുമാനം എടുക്കരുത്. വൈകാരികമായ ഒരു തീരുമാനമാണ് പലപ്പോഴും സുവിശേഷ വേലയിൽ ഈ ജോലിയും ബിസിനസ്സും വേണ്ടെന്ന് വെച്ച് മുൻപോട്ട് ഇറങ്ങുന്നവർക്ക് പിന്നീട് തടസ്സമാകുന്നത്. ഇമോഷന്റെ പുറത്തായിരിക്കരുത്. അത് തികച്ചും നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടായി, ഇനി ഞാൻ ജോലി രാജിവെച്ചില്ല എങ്കിൽ, ഇനി ഞാൻ ഈ ബിസിനസ് നിർത്തിയില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോഴേ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ റിഗ്രറ്റ് എന്ന് പറഞ്ഞ കാര്യം വരികയേയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരത്തില്ല. എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഒരിക്കൽ പോലും നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ 2007 ജോലി റിസൈൻ ചെയ്ത്, റെഗുലർ ജോബ് റിസൈൻ ചെയ്ത് ഞാൻ പോരുന്ന സമയത്ത് ഞാൻ വാസ്തവം പറഞ്ഞാൽ എനിക്കറിയാമോ, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ദിവസം പൂർണ്ണമായി എൻ്റെ സമയമാണ് അവൻ ആവശ്യമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ശബ്ദം കേട്ടൊന്നും ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായൊരു വലിയൊരു സാലറി ഞാൻ ഒരു മാസം എനിക്ക് ഇൻകം ഉണ്ടായിരുന്നു, ഭയങ്കരമായൊരു സാലറി. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ 2007 ഞാൻ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെയാണ് ഇൻസിഡന്റ് ഉണ്ടായത്. സൗദി അറേബ്യൻ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, സൗദി അറേബ്യൻ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ കമ്പനിയിലെ ISO 14000 എന്ന് പറയുന്നൊരു സർട്ടിഫിക്കേഷന് വേണ്ടി കമ്പനി ട്രൈ ചെയ്യായിരുന്നു. ലോകത്തിലെ അക്വാകൾച്ചർ ഇതിലെ ഷ്രിമ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് കമ്പനിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ ഹെഡ് ചെയ്തിരുന്നത്. ISO 14000 എന്ന സർട്ടിഫിക്കേഷൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷനാണ്, ISO സർട്ടിഫിക്കേഷൻ. അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അതൊരു ഷ്രിംപ് കൾച്ചർ, അക്വാകൾച്ചർ പ്രൊജക്ടിന്. കാരണം
ഒരു സെക്കൻഡിൽ ആ പ്രൊജക്റ്റിൽ നിന്ന് 90 ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത് എഫ്ലുവൻ്റ് ആയിട്ട്. 90 ക്യൂബിക് മീറ്റർ ഒരു സെക്കൻഡിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറിൻ്റെ 1/4 വെള്ളത്തേക്കാൾ കൂടുതലുള്ളത് പുറത്തേക്ക് പോകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഹ്യൂജ് വോളിയം ഓഫ് വാട്ടറാണ് പുറത്തേക്ക് പോകുന്നത്. അതിന് പരിസ്ഥിതി സംരക്ഷണക്കാർ ഒരിക്കലും അതിന് പെർമിഷൻ തരത്തില്ല. എന്നാൽ ഇത് ഭയങ്കര ശക്തമായിട്ട് ഞങ്ങൾ ഇതിനുവേണ്ടി ട്രൈ ചെയ്തു, അതിനുവേണ്ടി ഞാനായിരുന്നു ടീമിനെ ലീഡ് ചെയ്തിരുന്നത്. അത്ഭുതകരമായി ലോകത്തിലെ സെക്കൻഡ് ഓർഗനൈസേഷനാണ് സർട്ടിഫൈ ചെയ്യപ്പെടുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു, സർട്ടിഫൈഡായി. ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അപ്പം ഞങ്ങളുടെ പ്രൊജക്റ്റ് ഒരു ഹ്യൂജ് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിലെ ഞങ്ങളുടെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ഒരു പാലസിലാണ്. ആ പാലസിലെ ഇതിനേക്കാൾ നീളമുള്ളൊരു ഡൈനിങ് ഹാളുണ്ട്, ഇതിനേക്കാൾ വലിപ്പമുള്ള ഒരു കോൺഫറൻസ് ഹോളുമുണ്ട്. അന്ന് കോൺഫറൻസ് ഹാളിലെ ഭയങ്കരമായിട്ടുള്ള അപ്രീസിയേഷൻ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് നടന്നു. പൈസോ സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ ഈ കാർപ്പറ്റിൻ്റെ വലിപ്പത്തിലാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് അവിടെ എക്സ്പീറ്റ് ചെയ്തു. ഞാനത് കട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ ഒരു മാത്യു എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ മാത്യു, യു ഡിഡ് എൻ എക്സലന്റ് ജോബ് ബിക്കോസ് the prestige of the company has gone up like anything എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മളിങ്ങനെ എന്താ പിൻ പോയിന്റിന് മുകളിൽ നിൽക്കുക. നമ്മളെ ആരും നിലത്ത് വെക്കാതെ കൊണ്ടു നടന്ന രാത്രിയായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കര ഡിന്നറും പാർട്ടിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് മുട്ടുകുത്തിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ടുമോറോ മോർണിംഗ് യു ആർ സബ്മിറ്റിംഗ് യുവർ റെസിഗ്നേഷൻ പേപ്പേഴ്സ്. നാളെ രാവിലെ നീ നിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കുകയാണ്. എനിക്ക് ഒരിച്ഛാഭംഗവും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ 100 തവണ ഞാനൊരുക്കമാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് ആദ്യം അയച്ചത്, എൻ്റെ കമ്പ്യൂട്ടർ തുറന്ന് ആദ്യം അയച്ചത് എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററായിരുന്നു. താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്തു. കമ്പനിക്ക് അക്രോസ് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. തലേദിവസം രാത്രി നമ്മളെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്ന ആൾക്കാരെല്ലാം രാവിലെ ഫോൺ കോളോട് ഫോൺ കോൾ. വാട്ട് ഹാപ്പൻ? CEO 2 ആഴ്ചത്തേക്ക് എന്നെ വിളിച്ചു പോലും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് മാത്യുവിനോട്. ഞാൻ പറയുന്നത്, സന്തോഷത്തോടുകൂടി നമ്മുടെ വൊക്കേഷൻ മറക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്നതാണ് ഈ വലിയ ദൗത്യം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വേറെ ഒന്നും മടങ്ങി വരത്തില്ല. നമുക്കിനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും പിന്നെ തിരിച്ചു പോകത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ്. ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. പിന്നെ വന്ന ഓഫറുകൾ അതിഭയങ്കരമായിരുന്നു. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ കേരളത്തിലെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് ഡയറക്ടർ ബോർഡിലേക്ക് എന്നെ വിളിച്ചു. ദുബായിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ ഒരു ഹ്യൂജ് കൺസൾട്ടൻസി ഏജൻസിയിലേക്ക് വിളിച്ചു. കൂട്ടി നോക്കുമ്പോൾ ഞാൻ അന്ന് ഡ്രോ ചെയ്തതിനേക്കാൾ ഒരു 4-5 മടങ്ങ് കൂടുതൽ ശമ്പളം. എൻ്റെ കണക്കുകളിൽ പോലും ഒതുങ്ങാത്ത ശമ്പളം. ശമ്പളം അല്ല, വരുമാനം. എന്നോട് വിളിച്ചു പറഞ്ഞോട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, ഐ ക്രോസ്ഡ് ദാറ്റ് റിവർ വൺസ്. ആ നദി ഒരിക്കൽ ഞാൻ കടന്നതാണ്. ഐ വിൽ നെവർ ഗോ ബാക്ക് ആൻഡ് ക്രോസ് ഇറ്റ് അഗെയിൻ. അത് തിരിച്ചു കിടക്കുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല, എന്തു തന്നെ തരാമെന്ന് പറഞ്ഞാലും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു, വളരെ നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മളുടെ വെക്കേഷൻ, നമ്മളുടെ ഇൻകം, നമ്മളുടെ വരവുകൾ, നമ്മളുടെ ചിന്തകൾ, അതിനെ എല്ലാം അസ്ഥാനത്താക്കുന്നതാണ് ഈ ദൗത്യത്തിൻ്റെ വലിപ്പം. അതുകൊണ്ട് ഇമോഷണലായിട്ട് ഒരിക്കലും നിങ്ങളൊരു തീരുമാനമെടുക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ക്വിറ്റിംഗ് യുവർ ജോബ്, ക്വിറ്റിംഗ് യുവർ ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ദൈവം നിങ്ങളെ കൊണ്ട് അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ ബോധ്യത്തിലേക്ക് നിങ്ങളെ ദൈവം വിളിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതൊരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഇതാ എൻ്റെ സമയം മുഴുവൻ ദൈവത്തിന് വേണ്ടി തരാൻ തയ്യാറാണെന്ന് പറയും. പണമെന്ന് പറയുന്നത് നമുക്ക് സമയമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം യങ്സ്റ്റേഴ്സിന് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ ആ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്താണ് നമ്മൾ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്ന പണത്തെ ആശ്രയിച്ചല്ലിരിക്കുന്നത്, സമയത്തെ ആശ്രയിച്ചാണ്, അല്ലേ? ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ നേട്ടമെന്ന് പറയുന്നത് അവൻ ഈ ലോകത്തിൽ അവനുള്ള സമയം കൊണ്ട് താൻ ഉണ്ടാക്കുന്ന നേട്ടമാണ്. സമയമില്ലെങ്കിൽ അവന് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സമയം ആണ് നമ്മുടെ ജീവിതം എന്ന് പറയും. നമ്മുടെ സമയമാണ്, പണമല്ല. ഈ സമയം കൊണ്ടാണ് നാം പണം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം വിറ്റുണ്ടാക്കുന്നതാണ് പണം. നമ്മുടെ ജീവിതം വിറ്റ് കിട്ടുന്നതാണ് ഈ പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണത്തേക്കാൾ വലുതാണ് സമയം. അതുകൊണ്ട് നമ്മളെ വിറ്റ് കിട്ടുന്ന പണം നാം എന്തിനു കൊടുക്കുന്നു എന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും, ദാഹം ശമിപ്പിക്കാത്തതിന്
നിന്റെ പണവും നീ ചെലവാക്കരുതെന്ന് ദൈവവചനം പറയുന്നു. ഒരിക്കലും തൃപ്തി വരുത്താത്തതിന് വേണ്ടി നമ്മളെ വിൽക്കരുതെന്നാണ്. നമ്മൾക്കുള്ള ഇൻകം പോലും അത് നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കണമെങ്കിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടി അത് പങ്കിടുമ്പോൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവും നമുക്ക് ഉണ്ടായിരിക്കണം. മിഷൻ എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാനുള്ള ഒന്നല്ല. മിഷൻ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ. നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാനുള്ളതല്ല ദൈവവേല, നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കടമയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. നിങ്ങൾ ജോലിയിലായിരിക്കുന്നെങ്കിലും, നിങ്ങൾ വീട്ടമ്മയായിരിക്കുന്നെങ്കിലും, നിങ്ങൾ എന്ത് ചെറിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ദൗത്യങ്ങൾ ചുമലിലേറ്റുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. എന്നാൽ കുറച്ച് പേർ മാത്രം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അത്. സീനിയർ പാസ്റ്റർ